ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശരിക്കും പറയാൻ വെച്ചാൽ ഇന്ന് ഏപ്രിൽ 1 ഇന്ന് എത്ര പേര് ഏപ്രിൽ ഫൂൾ ആയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഇത് ഏപ്രിൽ ഫൂള് ഇന്ന് 1 തീയതി ആണെന്ന് വെച്ചിട്ട് ഞാൻ ഏപ്രിൽ ഫൂൾ ആക്കാൻ വേണ്ടി പറയുകയാണോ എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇന്നലെ സത്യം പറയാൻ വെച്ചാൽ ഞങ്ങൾ നേരം വെളുത്ത് ഞാനും എൻ്റെ മോളും ഈ വീട്ടിൽ ജീവനോടെ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഉണ്ടാവില്ലായിരുന്നു. ഇന്നലെ രാത്രി മോളൊക്കെ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ ഗ്യാസിൻ്റെ മണം വരുന്നു. അപ്പം ഞാൻ എന്തോന്ന് അപ്പോൾ കുറേ നേരം ചോദിച്ചാൽ അത് ചെറിയൊരു മണം പോലെ വരാറുണ്ട്, അതാണെന്ന് വിചാരിച്ചു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും റൂമിലോട്ട് ഇങ്ങനെ മണം വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എന്തോ ഭാഗ്യത്തിന് എൻ്റെ മനസ്സ് പറഞ്ഞു, നീ ലൈറ്റ് ഇടരുത്, നല്ല അടുക്കളയിലേക്ക് പോകാം. ലൈറ്റ് ഇടാതെ ഇരുട്ടത്ത് തപ്പി പിടിച്ച് നേരെ അടുക്കളയിൽ ചെന്നപ്പോൾ ഉണ്ട് എന്നുള്ള ഒച്ചയാണ് കേൾക്കുന്നത്. ദൈവമേ, ഞാൻ ഓടിപ്പോയിട്ട് എൻ്റെ ഗ്യാസിൻ്റെ അടിയിലെ സംഭവം അങ്ങോട്ട് ഓഫ് ചെയ്തു. സംഭവം നമ്മുടെ ഗ്യാസിലേക്ക് കണക്ഷൻ പൈപ്പില്ലേ, അത് ഗ്യാസ് അടുപ്പ് ഇങ്ങനെ നീങ്ങിയപ്പം അത് ലൂസായിട്ട് ഗ്യാസ് മൊത്തം. അപ്പം ഞാനിങ്ങനെ എന്നിട്ട് കുറ്റി ഇങ്ങനെ കുലുക്കി നോക്കി ഗ്യാസ് ഉണ്ടോയെന്ന്. അപ്പോൾ അത്രയും സമയം ആ ഗ്യാസ് പോയി എന്നുള്ളതാണ്. എൻ്റെ ദൈവമേ, ഞാൻ എന്തോ എനിക്കറിയില്ല, എനിക്കും എൻ്റെ മോൾക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഞാൻ ജനൽ തുറന്നിട്ട്, മോളെ വിളിച്ചില്ല, കുഞ്ഞ് പേടിക്കണ്ടെന്ന് വെച്ചു. ജനൽ തുറന്നിട്ട് അടുക്കളയിലേക്ക് പോകുന്ന ആ കതക് ഞാൻ അടച്ചിട്ട് എന്നിട്ട് ഞാൻ വന്നിങ്ങനെ കിടന്ന് ആലോചിക്കുക, ദൈവമേ ഞാനൊറ്റ ലൈറ്റ് ഇട്ടിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ എന്നുള്ളത്. അപ്പം എല്ലാവരോടും ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിക്കണം. ഗ്യാസ് രാത്രി കിടക്കാൻ നേരത്തെ ഗ്യാസ് ഓഫ് ചെയ്തോ, എൻ്റെ അടിയിലെ ഇത് ഓഫ് ചെയ്തോ എന്നൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ഇത് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും ഞാനും എൻ്റെ മോളും പോകാനായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞങ്ങൾ ബാത്റൂം പോകാൻ ലൈറ്റ് ഇടുമോ അല്ലെങ്കിൽ ഹാളിൽ ലൈറ്റ് ഇടുമായിരുന്നെങ്കിൽ ഇന്നലെ പൊട്ടിത്തെറിച്ച് പോയേനെ. അപ്പം എല്ലാവരും സൂക്ഷിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ പറയുക, എൻ്റെ ഒരു അറിവ് എനിക്ക് പറ്റിയൊരു ഇതാട്ടോ ഞാൻ പറയുന്നത്. എൻ്റെ എന്താ പറയുക, നമുക്ക് ഓരോ അനുഭവം വരുമ്പോഴേ നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ജീവിക്കാനുള്ള ആയുസ് ഉണ്ടെന്ന് ദൈവം ഇന്നലത്തോടെ കണക്ക് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാവരും കിടക്കാൻ സമയത്ത് ഗ്യാസ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് രാവിലെ ആയിട്ട് ഞാനത് നമ്മളെ വിളിക്കുന്നവരോടടുത്ത് പറയണം, വേണ്ടപ്പെട്ടവരോട് പറയണം നിൽക്കുമ്പോൾ എന്നോട് മറന്നു പോകും. ഇപ്പോൾ ആ ഓർമ്മ വന്നപ്പോൾ ഞാൻ വെച്ചെന്നാൽ ഒരു വീഡിയോ ചെയ്തിടാം. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഈ ഗ്യാസിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവത്തെ ഓർത്ത്, എന്ന് വെച്ചാൽ ഇന്നലെ ആ ഒരു സംഭവം ഞങ്ങൾ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാനത് ചെയ്തില്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങൾ തീർന്നേനെ. അപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. എല്ലാവർക്കും വേണ്ടിയും കൂടെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ദൈവത്തിനെ എനിക്കൊന്ന് ആശുപത്രിക്ക് കാണിക്കണം. എന്നതാ 2-3 അയക്കാനുണ്ട്, അതും കൂടെ അയക്കണം. മോളെ ആശുപത്രിക്ക് കാണിക്കണം, എന്നിട്ട് വരണം. എന്നിട്ട് വന്നതിന് ശേഷം ലൈവ് വരാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും